ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആദരണീയരായ ഷുഹൈബ് ഹുദവി പുത്തൂർ, സദസ്സിൽ എത്തിയിട്ടുള്ള ശ്രോതാക്കളെ, BK 4th എഡിഷനിലെ ഈ മനോഹരമായ സന്ധ്യയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വിഷയം മതവിജ്ഞാനം, ക്ലാസിക് രചനകളുടെ സമീപനങ്ങൾ എന്നുള്ളതാണ്. പുരാതന കിതാബുകൾ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന പല പൊതുബോധങ്ങളും, അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും പലതും രാഷ്ട്രീയവും സാമൂഹികപരവും അതുപോലെ തന്നെ നമ്മുടേതല്ലാത്ത ചിന്തകൾ നമ്മളിലേക്ക് കടന്നെത്തുന്നതും മൂലവും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ചില കിതാബുകൾ ഓതുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്? ഇതിൻ്റെ ഇപ്പോഴത്തെ റെലവൻസ് എന്താണ്? ഈ പഠനം കൊണ്ട് വല്ല കാര്യമുണ്ടോ? കുറേ പുരാതനമായ പഴയ കാര്യങ്ങൾ പഠിക്കുകയല്ലേ, ഇത് പഠിച്ചത് കൊണ്ട് മാത്രമാണോ എനിക്ക് ഇൽമ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് തുടങ്ങി കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലത്തിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള കുറേ ചിന്തകൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വരും എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ നമ്മളോട് നടത്തുന്ന സംവേദനം, ആശയ സംവേദനം, അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രന്ഥങ്ങൾ രചിച്ച പശ്ചാത്തലവും അതോടൊപ്പം ക്ലാസിക് രചനകൾ ആശയ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഭാഷയും ആ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ജനങ്ങളുടെ സാമൂഹികാവസ്ഥയും ഇതൊക്കെ അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അയാൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഒന്നാണ് ആധുനിക അല്ലെങ്കിൽ പൗരാണിക ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം. എലിസബത്തൻ പീരീഡിലെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം വായിച്ച ഒരാൾക്ക് മാത്രമേ ഷേക്സ്പിയറുടെയും അതുപോലെ തന്നെ മറ്റു ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആധുനിക കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്ന ഈ തടസ്സങ്ങളെ എങ്ങനെ മാറ്റിത്തരണം, അല്ലെങ്കിൽ അതിനെന്തൊക്കെ നമ്മൾ വായിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഈ വിഷയം മുന്നിലേക്ക് വരുമ്പോൾ തന്നെ പല പല കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് ഓടി വരും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ മന്തിഖ് പഠിക്കുന്ന സമയത്ത്, തർക്കശാസ്ത്രം പഠിക്കുമ്പോൾ, അരിസ്റ്റോട്ടിൽ ലോജിക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മദ്രസകളിൽ നിന്നോ മറ്റൊന്നോ അത്തരമൊരു ആലോചനകളോ ചിന്തകളോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് നമ്മൾ അലങ്കാരശാസ്ത്രത്തിൻ്റെ വളരെ ചെറിയ പാഠങ്ങൾ പഠിക്കുന്ന നമ്മൾ അലങ്കാരശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കിതാബായ മുഖ്തസറുൽ മആനിയോ അല്ലെങ്കിൽ മുത്തവ്വലോ പഠിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത് എന്നതാണ് നമ്മൾ ഈ സെഷനിൽ ആലോചിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ ഷുഹൈബ് ഹുദവി പുത്തൂരുണ്ട്. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ കിതാബുകളെ എങ്ങനെ വായിക്കാം, അവയുമായി ബന്ധപ്പെട്ട് മോഡേൺ അക്കാദമിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഡിബേറ്റുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ സംവദിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്യമം ഒരു സുഹൃതമായി കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഫിഖ്ഹ്, ഉസൂല്, മന്തിഖ്, അതുപോലെ ഭാഷ തുടങ്ങിയ വിവിധ ഫന്നുകളിൽ
നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ഗ്രന്ഥങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ഗവേഷണങ്ങൾക്കും ഡിബേറ്റുകൾക്കും വിഷയീഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. ഏകദേശം ഒരു മാസം മുമ്പാണ് UK ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കരീമ ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷന് കീഴിൽ പ്രധാനപ്പെട്ട 3 ട്രഡീഷണൽ കിതാബുകളുടെ ഒരു ഓൺലൈൻ സബക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒരു കിതാബ് ഷറഹുൽ അഖായിദ് ആയിരുന്നു. 2 ഹനഫികൾ അവരുടെ ഉസൂല് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉസൂലു ഷാഷി എന്ന ഗ്രന്ഥമായിരുന്നു. 3-ാമത്തേത് മിഷ്കാത്തിൻ്റെ മുഖദ്ദിമ ആയിരുന്നു. ഈ 3 ക്ലാസ്സുകൾക്കും നേതൃത്വം നൽകുന്നത് ഷംസ് തമീസ് എന്നു പേരുള്ള ഒരു യുവ പണ്ഡിതനാണ്. അദ്ദേഹം തുർക്കിയിൽ നിലവിൽ ഇബ്നു ഖൽദൂൻ യൂണിവേഴ്സിറ്റിയിൽ ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹംസ ബക്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം മുത്തക്കല്ലിമു കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഷറഹുൽ അഖായിദിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹമാണ് ഈ കിതാബുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു സമാനമായ നിരവധി ക്ലാസ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ മിൻഹാജും തുഹ്ഫയും ഫതുഹുൽ മൊയിനും ജമുഉൽ ജവാമിയും ഒക്കെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേവലം അറബ് നാടുകളിൽ മാത്രമല്ല, പലപ്പോഴും ഒരു കാലത്ത് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, നമ്മുടെ ട്രഡീഷണൽ കിതാബുകളെ വിമർശിച്ചുകൊണ്ട് രചനകൾ വന്നിരുന്ന പാശ്ചാത്യൻ സമൂഹങ്ങളിൽ പോലും വളരെ പോസിറ്റീവായ ഇമ്പാക്റ്റാണ് നമ്മുടെ ഈ കിതാബുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മുതഅല്ലിമീങ്ങളായ നമ്മൾ ഈ ചർച്ചകളെ, ഈ ഡിബേറ്റുകളെ എന്തുകൊണ്ട് ഫോളോ ചെയ്യണം? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം, നമ്മിൽ ചിലർക്കൊക്കെ പലപ്പോഴും കിതാബുകളോടുണ്ടാവുന്ന കാഴ്ചപ്പാടിനെ 100% പോസിറ്റീവാക്കാൻ ഈ ചർച്ചകൾ ഫോളോ ചെയ്യുന്നത് വഴി കാരണമാവും. നിലവിൽ കിതാബുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു സർക്കിൾ ഉണ്ടാവും. എന്നാൽ ഈ ഒരു സർക്കിളിനപ്പുറത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ കിതാബുകളെ നമ്മൾ നല്ല രീതിയിൽ പഠനം നടത്തി അതിലെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് സാധ്യമാകുന്ന സ്കോപ്പുകളെക്കുറിച്ച് ഈ ചർച്ചകൾ നമ്മെ ബോധവാന്മാരാക്കും. 1. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ സമൂഹം ആലിമീങ്ങളെ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ അക്കാദമീഷ്യൻസിനെയും ആവശ്യപ്പെടുന്നുണ്ട്. മസ്അല പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഫത്വ നൽകാൻ പറ്റുന്ന മുതബഹിരീങ്ങളായ ഉലമാഇനെ നമുക്ക് ആവശ്യമുള്ളതുപോലെ മോഡേൺ അക്കാദമിയയുടെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഭാഷയറിയുന്ന, അതിലെ എൻഗേജ്മെൻറ്റ്സിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള, എന്നാൽ അതേസമയം പാരമ്പര്യത്തിൽ അഭിമാനബോധമുള്ള, നമ്മുടെ പരമ്പരാഗത ഉലമാഇനോടും ഗ്രന്ഥങ്ങളോടും വലിയ ആദരവുള്ള ആലിമായ അക്കാദമീഷ്യനെ ഈ ഉമ്മത്തിന് അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ ഉസൂല് പഠിക്കാൻ വേണ്ടി ജംഅ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ ജംഇൻ്റെയും മുമ്പ് വിരചിതമായ നിരവധി ഉസൂലി ഗ്രന്ഥങ്ങൾ, ഇമാം ഗസാലി റഹിമഹുല്ലയുടെ മൻഹൂല് പോലെ, മുസ്തസ്ഫ പോലെ, ഇമാം റാസി റഹിമഹുല്ലയുടെ മഹ്സൂല് പോലെ, ഇത്തരം വളരെ ക്ലാസിക്കായ നിരവധി രചനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് മോഡേൺ അക്കാദമിയിൽ പല ചർച്ചകളും പല ഗ്രന്ഥങ്ങളും വായിൽ ഹല്ലാക്ക് പോലത്തെ ഒരുപാട് സ്കോളേഴ്സിൻ്റെ ആർട്ടിക്കിളുകളും പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ നമുക്ക് ഇടപെടണമെങ്കിൽ ഈ രൂപത്തിലുള്ള അവരുടെ ഭാഷ, അതേസമയം നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള ഗഹനമായ ജ്ഞാനം, ഇതൊക്കെ നമ്മെ സഹായിക്കും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വെസ്റ്റ് ഇത്രയധികം നമ്മുടെ ഗ്രന്ഥങ്ങളെ ആഘോഷിക്കുന്നത്? അവർക്ക് ഇത്രമേൽ പോസിറ്റീവായ എന്തു കാര്യങ്ങളാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? ചുരുക്കി പറയാണ്, പ്രധാനമായും 3 കാര്യങ്ങളാണ് അവരെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കിതാബുകൾ പഠിച്ചു പോകുമ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ച് ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഉലമാഇൻ്റെ റിസർച്ച് മെത്തഡോളജിയാണ്. അവർ രചനയ്ക്ക് സ്വീകരിച്ച വളരെ കൃത്യമായ, സ്ട്രോങ് ആയ, ബോൾഡായ അവരുടെ മെത്തഡോളജിയാണ് 1. 2, ഒബ്ജക്റ്റിവിറ്റിയാണ്, ഇൻസാഫ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഡിസ്കേഴ്സിവിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഒരു പക്ഷേ ഇവിടെ ചർച്ച കഴിഞ്ഞിട്ടുണ്ടാകും. സയ്യിദ് റമദാൻ ബൂത്തിയുടെ
ഖുബറൽ യഖീനിയാത്ത് അവർ ആരംഭിക്കുന്നത്, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത് മൻഹജുൽ ബഹ്സ് ആണ്, റിസർച്ച് മെത്തഡോളജിയാണ്. മൻഹജുൽ ബഹ്സ് ഇൻദൽ മുസ്ലിമീൻ, പിന്നീട് മൻഹജുൽ ബഹ്സ് ഇൻദൽ ഗർബ്. ഈ രണ്ട് മൻഹജുകളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള ചർച്ചകളിലേക്ക് അവർ കടക്കുന്നത്. നമുക്ക് ഏത് വിഷയം പഠിക്കാനും കൃത്യമായ മൻഹജ് നമുക്കുണ്ട്. ഒരു ഡാറ്റ അത് എവിടെ നിന്ന് കിട്ടുന്നു, നമ്മളത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, പ്രത്യേകിച്ച് റിസർച്ച് മെത്തഡോളജിയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ലിറ്ററേച്ചർ റിവ്യൂ, ഞാൻ പഠിക്കാൻ പോകുന്ന വിഷയത്തിൽ ഓൾറെഡി നടന്ന പഠനങ്ങൾ ഏതെല്ലാം, സൈറ്റേഷൻ, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലയുടെ മുഖദ്ദിമ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് കിതാബുൽ ഇബർ എന്ന് പറയുന്ന ഒരു രചന ഞാൻ നിർവഹിക്കുന്നത്, ഇതുവരെ രചിക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ച പരിമിതികൾ, പോരായ്മകൾ എന്താണ്, എൻ്റെ ഈ പുതിയ രചനയുടെ റെലവൻസ് എന്താണെന്ന് മഹാനവറുകൾ അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സൈറ്റേഷൻ്റെ കാര്യമാണെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും കിതാബുകളിൽ കാണുന്നതാണ്. കമാ കാല, കമാ സറഹബിഹി, കമാ സഅമ തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ചിലപ്പോൾ തബരിയുടെ സീഗ ഉപയോഗിച്ചുകൊണ്ട് ഉലമാ ചർച്ച ചെയ്യും. അലാമ കാല, അലാമ സഅമഹു, ഒരേ സമയം സൈറ്റ് ചെയ്യുകയും അതേസമയം എനിക്ക് ആ കാര്യത്തോട് സപ്പോർട്ടില്ല എന്നുകൂടെ ആളുകൾക്ക് മെസ്സേജ് നൽകുന്ന വളരെ സൂക്ഷ്മമായ പദാവലികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉലമാഇൻ്റെ ഗ്രന്ഥങ്ങളിൽ അവരിടപെടുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേജറിസം എന്ന് പറയുന്ന കാര്യം, സാഹിത്യ ചോരണം എന്നത് നമ്മുടെ ഉലമാ വളരെ വലിയ ഓഫൻസായിട്ട് അവർ മനസ്സിലാക്കി. ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ അൽ മുഅ്ജിസാത്തു വൽ ഖസായിസുൻ നബവിയ്യ എന്ന വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥം, അവരുടെ സമകാലികനായിരുന്ന അബൂബക്കറുൽ ഖസ്തല്ലാനി എന്നവർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ഇത് ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണ് എന്ന് സൈറ്റ് ചെയ്യാതിരിക്കുകയും അതേസമയം തതബ്ബഅതു, ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് എന്ന പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അവർ ക്ലാസ് എടുത്തു കൊടുത്ത വിവരം ഇമാം സുയൂത്തി അറിഞ്ഞപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി. സുയൂത്തി ഇമാമിന് സങ്കടവും അമർഷവും ഒരുമിച്ച് വന്നു. അതിനുള്ള ഒരു പ്രതികരണമായിട്ടാണ് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല അൽ മുസന്നിഫു വസ്സാരിഖു എന്ന ഗ്രന്ഥം എഴുതുന്നത്. യഥാർത്ഥ ഓദറും അതുപോലെ മോഷ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് റിസർച്ച് മെത്തഡോളജി ഫോളോ ചെയ്യുക എന്നത് വളരെ കൃത്യമായി നമ്മുടെ ഉലമാഇൻ്റെ രീതിയാണ്. കാരണം നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, വളരെ സേർട്ടേണായി നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം, ലന്നിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആരോ പറഞ്ഞത് ഒരിക്കലും നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, നമ്മൾ ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് ഡാറ്റകൾ സ്വീകരിക്കുമ്പോൾ അത് അവരിലേക്ക് ചേർത്തി പറയുക എന്നത് അമാനത്താണ്. അതുകൊണ്ടാണ് ഇമാം ജുവൈനി റഹിമഹുല്ലയൊക്കെ ഏതു ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും അവർ കൃത്യമായി സൈറ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇമാം ഹറമൈനിക്ക് സ്വയം കണ്ടെത്തി പറയാവുന്നതല്ലേ ഉള്ളൂ എന്ന്, പക്ഷെ അതൊരു അമാനത്താണ്. അത് ആദ്യം മറ്റൊരാൾ പറഞ്ഞു പോയി എന്നതുകൊണ്ടാണ്. ഈ രീതി നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന ഫതുഹുൽ മുഈനിൽ ഈ ആനത്തും തർശീഹും തമ്മിൽ വളരെ രസകരമായ ഏകദേശം 70-ലധികം സ്ഥലങ്ങളിൽ പരസ്പരം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് രണ്ടും ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ ഭിന്നാഭിപ്രായങ്ങളുടെ കൃത്യമായ രസതന്ത്രവും അതിൻ്റെ സർഗാത്മകതയും നമുക്ക് ബോധ്യപ്പെടും. ഒരു ഉദാഹരണം ഞാൻ പങ്കുവെക്കുകയാണ്. ഇഷ്റാഖ് നിസ്കാരവും ളുഹാ നിസ്കാരവും ഒന്നാണോ അതോ രണ്ടാണോ കിതാബിലുള്ള ഒരു ചർച്ചയാണ്. ഈ ചർച്ച നടത്തുന്നിടത്ത് രണ്ടാണ് എന്ന അഭിപ്രായ പ്രകാരം ഈ ആനത്തിൽ ഒരു ഇബാറത്ത് കാണാം. ഞാനതിൻ്റെ മലയാളം വായിക്കുകയാണ്. ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചുയർന്ന് അല്പം കഴിയുന്നതോടെ അവസാനിക്കും. ഇതാണ് ഈ ആനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഇതേ സ്ഥലത്ത് തർശീഹിൽ നമുക്ക് കാണാം രണ്ട് അഭിപ്രായ പ്രകാരവും, അഥവാ ഇഷ്റാഖ് നിസ്കാരവും ളുഹയും ഒന്നാണ് എന്ന അഭിപ്രായ പ്രകാരവും രണ്ടാണ് എന്ന അഭിപ്രായ പ്രകാരവും ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നത് ളുഹ പോലെ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ തന്നെയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ല തുഹ്ഫയിൽ ഈ അഭിപ്രായമാണ് പ്രബലമാക്കിയിട്ടുള്ളത്. ഇമാം ഷെർവാനി പറയുന്നു, ഇബ്നു ഹജറോ
റഹിമഹുല്ല മറ്റു പണ്ഡിതരോ ഇശ്റാഖ് നിസ്കാര സമയം അവസാനിക്കുന്നതെന്ന് എപ്പോഴാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ളുഹയോട് തുലനം ചെയ്ത് സവാൽ വരെയോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ദീർഘിച്ച ഇടവേള വരൽ കൊണ്ടോ ഇശ്റാഖ് നിസ്കാരം അവസാനിക്കാനാണ് സാധ്യത. എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്ന് അല്പം കഴിയുന്നതോടെ സമയം അവസാനിക്കുമെന്ന ഹാഷിയക്കാരൻ്റെ വാദം അത്ഭുതം തന്നെ. ഇത്തരം സന്ദർഭങ്ങളിൽ അവലംബം വ്യക്തമാക്കാത്ത അദ്ദേഹത്തിൻ്റെ രീതി പഠിതാവിന് പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അവരുടെ ഇബാറത്ത് ഇന്ന തർക്കഹു അൽ അസ്വ ഫി മിസ്ലി ദാലിക മിമ്മ യസ്അബു ഖബൂലുഹു അല ത്വാലിബ് ഫഹർറിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തർശീഹിൻ്റെ ഇബാറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് വളരെ കൃത്യമായ സൂക്ഷ്മമായ റിസർച്ച് മെത്തഡോളജി അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഉലമാഇൻ്റെ ഇൻസാഫാണ്. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ വളരെ നിഷ്പക്ഷമായി നമ്മുടെ ഹസ്മ് ഒരു കാര്യം പറഞ്ഞാലും സത്യം ഹസ്മ് പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്കത. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഹക്കിനെതിരെ പറഞ്ഞാൽ അതിനെതിരെ ശക്തമായി ധൈര്യസമേതം സംസാരിക്കാനുമുള്ള ആ ഒരു ധൈര്യം. മുഅ്തസിലികളുമായിട്ടൊക്കെ ജമുൽ ജവാമിയിലൊക്കെ നടക്കുന്ന ഡിബേറ്റുകളിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടും. ചിലപ്പോഴൊക്കെ മുഅ്തസിലികൾക്കില്ലാത്ത വാദം അവർക്കുണ്ട് എന്ന് ചില സുന്നി പണ്ഡിതന്മാർ പറയുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സുന്നി ഉലമാ ചർച്ച ചെയ്യുക. പലപ്പോഴും നമ്മൾ പുതിയ റിസർച്ചുകളിലൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒബ്ജക്റ്റീവ്. യഥാർത്ഥത്തിൽ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന പദത്തെക്കുറിച്ച് പോലും കൃത്യമായി യാഥാർത്ഥ്യം എന്ന അർത്ഥത്തെ കൺവേ ചെയ്യാൻ പറ്റാത്ത പദമാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയാറുണ്ട്. കാരണം ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ എന്നാണ് നമ്മൾ പലപ്പോഴും അതിന് അർത്ഥം വെക്കാറുള്ളത്. വസ്തു എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ലോകത്ത് മാത്രം പരിമിതമായതാണ്. അതുകൊണ്ട് തന്നെ ഭൗതികേതര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയാൻ ഒരിക്കലും ഒബ്ജക്റ്റീവ് എന്ന പദം പര്യാപ്തമല്ല എന്ന് മൂല്യാദി കർഡനകാരെ പോലുള്ള ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉലമാ ഈ ഒബ്ജക്റ്റിവിറ്റിയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം നഫ്സുൽ അംർ എന്ന പദമാണ്. പലപ്പോഴും നമ്മുടെ കിതാബുകളിൽ ഷറഹുൽ അഖായിദിലും മറ്റൊക്കെ കാണുന്നതാണ് വഫി നഫ്സുൽ അംർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഈ നഫ്സുൽ അംർ എന്ന പദത്തെക്കുറിച്ച് തന്നെ റിസർച്ചുകളുണ്ട്. ഹസൻ സ്പൈക്കറുടെ തിങ്സ് ആസ് ദേ ആർ നഫ്സുൽ അംർ ആൻഡ് മെറ്റാഫിസിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വർക്ക് വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ്. തഫ്താസാനി ഇമാമും ഇമാം ജുർജാനിയും ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ ഉപയോഗിച്ച നഫ്സുൽ അംർ എന്ന പദം എത്രമാത്രം വളരെ കൃത്യമായി ഒബ്ജക്റ്റിവിറ്റിയെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഒബ്ജക്റ്റിവിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഷറഹുൽ അഖായിദ്. നമുക്കറിയാം ഷറഹുൽ അഖായിദ് അൽ അഖായിദ് എന്ന് പറയുന്ന മാതുരീദി മൻഹജ് ഫോളോ ചെയ്യുന്ന കിതാബിൻ്റെ വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ ഇമാം തഫ്താസാനി റഹിമഹുല്ലാ അവർ ബിൽജുംല അശ്അരി ആണെങ്കിലും ഷറഹുൽ അഖായിദ് പഠിക്കുന്ന നമ്മൾ അശ്അരികളാണെങ്കിലും കിതാബ് ഷറഹുൽ അഖായിദ് ഹൽ ഹുവ കിതാബ് അശ്അരി അം മാതുരീദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അത് മാതുരീദി ഗ്രന്ഥമാണ് എന്നാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ആവുന്നത്? ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മത്തിന് 8-ാം നൂറ്റാണ്ടോടുകൂടെയാണ് ഷറഹ് വരുന്നത്. 8-ാം നൂറ്റാണ്ടിൻ്റെ മുന്നേ കഴിഞ്ഞുപോയ നിരവധി അശ്അരി പണ്ഡിതന്മാർ ഇമാം ഗസാലി, ഇമാം റാസി, ഇമാം ജുവൈനി, ഇമാം ബാക്കില്ലാനി റഹിമഹുമുല്ല ഇവരെയൊന്നും കാര്യമായി ഷറഹുൽ അഖായിദിൽ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണില്ല. അതേസമയം മാതുരീദി പണ്ഡിതരായ അബൂ മുഈൻ അൻ-നസഫി റഹിമഹുല്ലയുടെ തബ്സിറത്തുൽ അദില്ല, ഇമാം നൂറുദ്ദീൻ സാബൂനിയുടെ അൽ ബിദായ, അതുപോലെ അബുൽ ബറക്കാത്ത് അൻ-നസഫി അൽ മുഫസ്സിർ അവരുടെ കിതാബുൽ ഉംദ ഇതിലൊക്കെ പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളെയും ഇമാം തഫ്താസാനി റദ്ദ് ചെയ്യും. അതുകൊണ്ടാണ് കിതാബിൻ്റെ ആരംഭത്തിൽ തന്നെ തഫ്താസാനി ഇമാമ് വത്തഹ്ഖീഖിൻ ബഅദ ഗിബ്ബ തഖ്രീർ എന്നൊരു പരാമർശം നടത്തുന്നുണ്ട്. ഞാൻ ആദ്യം ഇമാം നസഫിയുടെ കൃത്യമായ കാഴ്ചപ്പാടിനെ ഞാൻ തഖ്രീർ ചെയ്യും, അതിനുശേഷം എനിക്ക് വിയോജിപ്പുള്ള കാര്യം അശ്അരി മൻഹജിനോട് യോജിക്കുന്ന കാര്യം ഞാനത് പങ്കുവെക്കുകയും ചെയ്യും. ഇത് കൃത്യമായ ഒരു ഇൻസാഫാണ്. മാത്തിനായ മാതുരീദി പണ്ഡിതൻ്റെ കിതാബ് രചന നിർവഹിക്കുമ്പോൾ
അതിൻ്റെ മാത്തിന് ഓതർഷിപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓതൻറ്റിസിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇമാം തഫ്താസാനി ഷറഹ് എഴുതുന്നത്. പോസ്റ്റ് മോഡേൺ ലിറ്റററി തിയറിസ്റ്റായ റോളണ്ട് ബാർത്ത് പറഞ്ഞ പോലെ ഓതർ ഈസ് ഡെഡ് അല്ലെങ്കിൽ മാത്തിനീസ് ഡെഡ് എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കിതാബുകളിൽ വളരെ വ്യാപകമായി കിതാബുകളുടെ ഒരു ക്വാളിറ്റിയായി നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റിവിറ്റിയെക്കുറിച്ച് തന്നെ നമുക്ക് മുഖ്തസറുൽ മാനി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് ഇമാം ഖസ്വീനി കൊണ്ടുവരുന്ന കാഴ്ചപ്പാടുകൾ, ഖസ്വീനി ഇമാം കൊണ്ടുവരുന്ന കാഴ്ചപ്പാടുകളെ ഇമാം തഫ്താസാനി വിലയിരുത്തുന്നുണ്ട്. ആ നിലപാടുകൾ അതിൻ്റെ മൂലഗ്രന്ഥകാരനായ ഇമാം സക്കാക്കിയുടെ നിലപാടുമായി എത്രമാത്രം ഒത്തുപോകുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൂലഗ്രന്ഥമായിട്ടുള്ള മിഫ്താഹുൽ ഉലൂമിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തൽഖീസുൽ മിഫ്താഹ് എഴുതിയതിന് ശേഷം കൂടി പരിശോധന നടത്തുക. തൽഖീസുൽ മിഫ്താഹ് രചിക്കാനുള്ള കാരണം തന്നെ മിഫ്താഹുൽ ഉലൂം വലിയ കിതാബായതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഇമാം തഫ്താസാനി നേരെ തൽഖീസുൽ മിഫ്താഹ് മാത്രം അവലംബിക്കുകയല്ല ചെയ്യുന്നത്. അപ്പുറം മിഫ്താഹുൽ ഉലൂമിൽ സക്കാക്കി എന്താണ് പറഞ്ഞത് അതിനെ ചുരുക്കിയെടുത്തെടുത്ത് രത്നചുരുക്കമാക്കി എടുത്തിടത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ കാണാം. ഇവിടെ ഇമാം ഖസ്വീനി ഈ കാര്യം പറയുന്നത് ഇമാം സക്കാക്കിക്ക് എതിരായിട്ടാണ് പറയുന്നത്. ചിലയിടങ്ങളിലൊക്കെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ സൈറ്റേഷൻ ചെയ്യുന്നുണ്ട്. കമാ കാല സക്കാക്കി എന്ന് പ്രത്യേകം പറയും. ഇത് സക്കാക്കി പറഞ്ഞത് പ്രകാരം. അപ്പോൾ ഖസ്വീനി ഇമാമിന് അതിനോട് അത്ര താല്പര്യമില്ല എന്നുള്ള രൂപത്തിലാണ് ഇത് പറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ചിലയിടങ്ങളിൽ ഇമാം തഫ്താസാനി പറയും ഈ പറഞ്ഞ കാര്യത്തിനെ അവർ ഷോർട്ട് ചെയ്തെടുത്ത് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സക്കാക്കി ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയും ആ സമറൈസ് ചെയ്തെടുത്ത് വന്ന പ്രശ്നങ്ങളെയും കൂടി ഷറഹിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ അത് വിശദീകരിച്ച് ഇനിയും കുറേ പറയാനുണ്ട്. കമാ വല്ലഹ്തുഹു ഫി ഷർഹി എന്ന് പറഞ്ഞ് മുത്തവ്വലിലേക്ക് മാറ്റി വെക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസിക്കൽ രചനകളുടെ അറിവുകളെ ഒബ്ജക്റ്റിവിറ്റി അതിൻ്റെ ഒരു ഇൻസാഫിന് വേണ്ടിയിട്ട് ഇമാമുകൾ ചെയ്യുന്ന വല്ലാത്തൊരു ശ്രദ്ധയാണ്. സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ പഠനങ്ങൾക്ക് ഇത്തരം ഒബ്ജക്റ്റിവിറ്റി നിർബന്ധമാണ്. നമ്മളൊരു കാര്യം ആരുടേത് നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മളത് നമ്മുടെ ഇമാമുകളുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് നമ്മുടേതല്ലാത്ത ഒന്നും നമ്മളിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. തഫ്താസാനി ഇമാമ് തന്നെ മുഖ്തസറിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കാണാം. വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഈ പ്ലേജറിസത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ നല്ലോണം സംസാരിക്കുന്നുണ്ട്. തഫ്താസാനി ഇമാമിൻ്റെ കിതാബുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരുപാട് ആളുകൾ അതിൽ നിന്നുള്ള ആശയങ്ങൾ ചോർത്തിയെടുക്കും. ആ ചോർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ വികാരപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. എടുക്കണമെങ്കിൽ എടുത്തോളൂ. എന്നിട്ട് പറയുന്നുണ്ട് ഭൂമിക്ക് കിട്ടുക മാന്യന്മാരുടെ ചഷകത്തിലെ അവസാനത്തെ തുള്ളികൾ മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ആളുകൾ കുടിച്ചിട്ട് അവസാനം പുറത്തേക്കൊഴിക്കുന്ന അതുമാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ എത്ര കോപ്പി അടിച്ചാലും ആഴത്തിൽ അറിവുകൾ എടുക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട് എന്നവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. എത്രയോ 1800 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒബ്ജക്റ്റിവിറ്റിയെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് ഇമാമുകൾ ചർച്ച ചെയ്തു. നേരത്തെ സുഹീത്ത് ഇമാമിനോട് ഉദ്ധരിക്കേണ്ടായി. അപ്പോൾ ശരിക്കും അന്നത്തെ കാലത്ത് ഇന്ന് നമുക്കൊരു ഒരാൾ കോപ്പി അടിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ദീപാ നിഷാദിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ ആധുനിക കാലത്തുണ്ടായതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്തരമൊരു സംഭവം ഉണ്ടായാൽ അത് ആകെ വ്യാപകമായിട്ട് എല്ലായിടത്തും എത്തുകയും മറ്റുമൊക്കെ ചെയ്യും. പക്ഷെ പഴയ കാലത്ത് ഈ പകർത്തിയെഴുതുന്ന സമയത്ത് തൻ്റെ ഒരു ആശയം മറ്റുള്ളവരത് കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അപാരമാണത്. അപ്പോൾ ഈ അറിവുകളെ എങ്ങനെ സ്വാംശീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ ഹംസൽ ബക്രിയെക്കുറിച്ച് പറയേണ്ടായി. ഹംസ ബക്രി ശരിക്കും പറഞ്ഞാൽ ഈ സമന്വയ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഹംസൽ ബക്രി ജോർഡാൻകാരനാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക്കലി അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഒരു എൻജിനീയറാണ്. അദ്ദേഹം സിവിൽ എൻജിനീയറാണ്. അദ്ദേഹം എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തൻ്റെ കോളേജിനടുത്തുള്ള ഒരു പള്ളിയിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഹോസ്റ്റലിൽ താമസിക്കാതെ പള്ളിയിൽ താമസിച്ചു.
പള്ളിയിൽ താമസിച്ചു. അപ്പോൾ പള്ളിയിലുള്ള ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിതാബുകൾ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ഓതിയെടുക്കുകയാണ്. അങ്ങനെ ഓതിയെടുത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പോയത് ഈ സിവിൽ എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ, പക്ഷേ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു ആലിമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. എഞ്ചിനീയറിങ്ങും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ പിന്നീട് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുർക്കിയിലൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അപ്പം അദ്ദേഹത്തിനുള്ളൊരു ഗുണം, അദ്ദേഹത്തിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഹംസൽ ബക്രി എന്നടിച്ചാൽ തന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഓത്തുപള്ളിയിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനവും തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആധുനിക കാലത്തിൻ്റെ ചോദനകൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നിടത്ത് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അക്കാദമിക നിലവാരത്തിൽ നിന്ന് പറയേണ്ട ഉത്തരങ്ങൾ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ പഴമയുടെ ഇത്തരം മഹത്വങ്ങൾ, ഒബ്ജക്റ്റീവിസം പോലെയുള്ള പ്ലേജറിസത്തിനെതിരെയുള്ള സംസാരങ്ങൾ, അതിൽ ഊന്നി നിൽക്കുകയും പറയുന്ന കൗലുകളൊക്കെ അസ്വ് ചെയ്യുക, അത് ഇമാമിങ്ങളിലേക്ക് ചേർത്ത് പറയാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്ന അതിൻ്റെ തനിയായ ഒബ്ജക്റ്റിവിറ്റി, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലിയ ഒരു മാതൃക നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, ഇതുപോലത്തെ പണ്ഡിതന്മാർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഷർഹുൽ അഖായിദിൻ്റെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ക്ലാസ് കാണാം. ഷർഹുൽ അഖായിദിൻ്റെ ക്ലാസ് മാത്രമല്ല, അദ്ദേഹത്തിന് ഷർഹുൽ അഖായിദിന് സ്വന്തമായിട്ടൊരു ഷർഹുണ്ട്. ഷർഹുൽ അഖായിദിനല്ല, അഖായിദിന്, ഇമാം നസഫിയുടെ അഖായിദിന് അദ്ദേഹം തന്നെ ആധുനിക കാലത്തെ വിശ്വാസ പ്രശ്നങ്ങളിൽ ഊന്നിയിട്ട് ഒരു ഷർഹ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. പക്ഷേ എല്ലാ ഭാഗങ്ങൾക്കും അദ്ദേഹം ഷർഹ് ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ ഷർഹുൽ അഖായിദുമായിട്ട് ഇങ്ങനെ ചേർത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചില മത്തനുകൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് റെലവൻ്റ് ആണ് എന്നിപ്പോൾ പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സലഫികൾ അതുപോലെ തന്നെ മറ്റു പല ചിന്താഗതിക്കാരും ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ പഴയ കാലത്തെ ഇമാമുകൾ എങ്ങനെയാണ് അവർ പറഞ്ഞതിൽ നിന്ന് നമുക്കതെങ്ങനെ മനസ്സിലാക്കാമെന്ന് മനോഹരമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ മനോഹരമായൊരു ആമുഖമുണ്ട്. തുർക്കിയിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പാഠപുസ്തകമായിട്ടാണ് അദ്ദേഹം തയ്യാർ ചെയ്തിട്ടുള്ളത്. നമ്മൾ വായിക്കേണ്ട ഒരു മനോഹരമായ ഷർഹാണ്. ഷർഹുൽ അഖായിദ് ഓതുന്നതിൻ്റെ കൂടെ തന്നെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന ഒരു ആമുഖം അതിനുണ്ട്, മനോഹരമായ ആമുഖം. തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് മുഅ്തസിലികളുമായി ഉള്ള ഡിബേറ്റുകൾക്ക് ശേഷം ആധുനിക കാലത്ത് നടക്കുന്ന ഡിബേറ്റുകൾ എന്തൊക്കെയാണ്, തൗഹീദിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ബിദ്അത്തുകാർ പറയുന്നത്, അതുപോലെ തന്നെ യൂറോപ്യൻ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമ്മുടെ തൗഹീദിനെ ആക്രമിക്കുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ വായിക്കേണ്ട ഷർഹ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ ഹംസൽ ബക്രിയുടെ പേരിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഓരോ ഗ്രന്ഥങ്ങളും അതിൽ അറിവുകളുടെ, ശരിക്കും പറഞ്ഞാൽ അതിൽ അറിവുകൾ സംശീകരിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ ശക്തി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, മുഖദ്ദിമയുടെ ഒരു അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇമാം ഇബ്നു ഖൽദൂനിൻ്റെ കഴിവ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുഖദ്ദിമ പരിഭാഷപ്പെടുത്തി മുട്ടാണിശ്ശേരിയിൽ കോഴിക്കോട്ട് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന് വൈക്കം മുഹമ്മദ് ബഷീർ കൊടുത്ത പേര് തന്നെ മാനവചരിത്രത്തിനൊരു ആമുഖം എന്നുള്ളതാണ്. ആ പേര് എന്തുകൊണ്ട് എത്രമാത്രം പ്രസക്തമായൊരു പേരാണത്? കാരണം നാളിതുവരെ ചരിത്രത്തെ കണ്ടിരുന്ന വീക്ഷണകോണുകളിൽ നിന്നൊന്നും മാറി സമഗ്രമായി ചരിത്രത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഇമാമുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഏറ്റവും അത്ഭുതകരമായൊരു കാര്യമാണ്, നമ്മുടെ വിദ്യാർത്ഥികൾ അത് വായിക്കണം. ഓരോ അധ്യായങ്ങളും തുടങ്ങി അതിൽ മനോഹരമായൊരു ഹിസ്റ്ററിക്കലും സോഷ്യോളജിക്കലുമായിട്ടുള്ള പോയിന്റുകളിലൂടെ ഇമാം ഇബ്നു ഖൽദൂൻ ഇങ്ങനെ കടന്നുപോയി അവസാനം അതൊരു ആയത്തിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൊരു ആയത്തിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിരുത്തിയാണത് വായിക്കുന്നതെങ്കിൽ ശരിക്കും ഒരു അധ്യായം തന്നെ 2-3 തവണ വായിക്കണം അത് മനസ്സിലാക്കി കിട്ടാൻ. കാരണം അത്രയ്ക്കും ആശയങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ളിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണത്. യുനെസ്കോ അവരുടെ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഇബ്നു ഖൽദൂൻ ഇയർ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനെ തിരഞ്ഞെടുക്കാൻ ഈ മുഖദ്ദിമയായിരുന്നു കാരണം. അപ്പോൾ മുഖദ്ദിമയിൽ ഒരു ആശയം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഒരു ആയത്തങ്ങ് ഓതുകയാണ്. നമ്മൾ നെട്ടിപ്പോവും. ശരിക്കും ഈ ആയത്തിൽ നിന്നാണ് ഇത്രയും പറഞ്ഞ വിശാലമായ ഒരു തലം ബഹുമാനപ്പെട്ടവർ കണ്ടെടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇമാമുകൾ വിഷയങ്ങൾ പറയുന്നിടത്ത് അതിന് എന്തുമാത്രം ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ അറിവുകൾക്ക് അവർ കൊടുക്കുന്ന അധ്വാനം എത്രത്തോളമാണ്.
വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, നമ്മൾ ഇപ്പോൾ കിതാബുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഈ അടുത്ത് കാണുകയുണ്ടായി ഇൽത്തിഖാ ഉസാക്കിനൈനിയെ കുറിച്ചൊരു കിതാബ്. നമ്മൾ സഞ്ചാനിൽ ഇൽത്തിഖാ ഉസാക്കിനൈനി പഠിക്കുന്നുണ്ട്. അതിൻ്റെ തലം വിശദീകരിച്ചുകൊണ്ട് ഇൽത്തിഖാ ഉസാക്കിനൈനിയുടെ മസാല മാത്രം പറഞ്ഞിട്ടൊരു റിസാല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അറിവിൻ്റെ ആഴം എത്രയാണ്, അറിവിൻ്റെ ഡെപ്ത് എത്രയാണ്. അത് യൂറോപ്പിന് അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അത് പലപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സയ്യിദ് റമദാൻ ബുത്തി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ അറിവിൻ്റെ ആഴത്തിന് ഈ പുതിയ കാലത്ത് നമുക്ക് ക്ഷമ വേണം. നമ്മൾ ക്ഷമയോടുകൂടി അത് കേൾക്കാനും ഇമാമുകൾ അത് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അറിവിൻ്റെ ആഴത്തിൽ അഭിമാനിക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ കഴിയും. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കൂ, ഇമാമുകളുടെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിഖ്ഹ് പഠിക്കുമ്പോൾ ഫത്ഹുൽ മുഈനിലും മഹല്ലിയിലും തുഹ്ഫയിലും മാത്രം ഇങ്ങനെ നിന്ന് പോകുന്നൊരവസ്ഥ, അതാണ് കൂടുതലും ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്കുള്ളത് കൂടി നമ്മൾ വായിച്ചു നോക്കുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ എടുത്ത് വായിച്ചു നോക്കുക. ഉമ്മിൻ്റെ ആഖ്യാന ശൈലിയും നമ്മുടെ തുഹ്ഫയുടെയോ അല്ലെങ്കിൽ ഫത്ഹുൽ മുഈനിൻ്റെ ആഖ്യാന ശൈലിയും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സങ്കീർണത. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും ഉമ്മിൽ നിന്ന് ഒരു മസാല മനസ്സിലാക്കിയെടുക്കുന്നതിൻ്റെ സങ്കീർണത എങ്ങനെയാണ്, അതിൻ്റെ ആഖ്യാന രീതിയുടെ വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണത്, എങ്ങനെയാണത് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് പഴയകാല ഗ്രന്ഥങ്ങളും ആധുനിക കാല ഗ്രന്ഥങ്ങളും, ഇപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റിയ ഒന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അൽ ഫിഖ്ഹുൽ അക്ബർ. ഫിഖ്ഹുൽ അക്ബറിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ എടുക്കുന്ന പ്രയാസം അത്രയും സങ്കീർണമാണ്. അത് പിന്നീട് എന്ത് സംഭവിച്ചു, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രന്ഥം എത്രമാത്രം മൂല്യവത്തായതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നീട് സഅദുദ്ദീൻ തഫ്താസാനി വന്നു, സയ്യിദ് ഷരീഫുൽ ജുർജാനി വന്നു. സയ്യിദ് ഷരീഫുൽ ജുർജാനിയുടെ സംവാദങ്ങൾ, സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുള്ളയുടെ രചനകൾ, ഇത് രണ്ടും ഇസ്ലാമിക ലോകത്ത് പിന്നീട് ആഖ്യാന ശൈലിയിലുണ്ടാക്കിയ വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ ശരിക്കും മന്തിഖാണ് പ്രവർത്തിക്കുന്നത്. രണ്ടുപേരിലും മനോഹരമായിട്ട് ലോജിക്ക് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് മനോഹരമായ ആഖ്യാനങ്ങളിലേക്ക് കിതാബുകൾ മാറുകയും ചെയ്യാൻ. കാരണം ഈ പുരാതന കിതാബുകളിൽ ഇപ്പോൾ ഷാഫി ഇമാം തങ്ങളുടെ രചനകളിലാണെങ്കിലും അബൂ ഹനീഫ ഇമാമിൻ്റെ കിതാബുകളിലാണെങ്കിലും ചിലപ്പോൾ മഫ്ഹൂമും മന്ദൂഖൊക്കെ പ്രശ്നങ്ങൾ വരും. കാരണം അന്ന് സംവാദാത്മകമായ വിഷയങ്ങളല്ല പലതും, പിന്നീടാണ് അത് സംവാദാത്മകമാകുന്നത്. മുഅ്തസിലികളുടെയും അതുപോലെ തന്നെ മറ്റു പല തൽപരകക്ഷികളുടെയും വിഷയങ്ങളിൽ ഇത് സംവാദാത്മകമാകുമ്പോൾ അതിൽ ഓരോ വരികളും വളരെ കൃത്യമായ ആശയം കൊടുക്കുന്നത് മാത്രമാവണമെന്നൊരു നിർബന്ധം ഇമാമുകൾക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇമാമുകളുടെ ഇബാറത്തുകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. അവിടെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹുൽ മുഹദ്ദബ് നമ്മൾ വായിക്കുന്നത്. ഷറഹുൽ മുഹദ്ദബിൻ്റെ ലാളിത്യം, അതിൻ്റെ ഒരു വല്ലാത്ത ഒരു അക്കാദമിക് സ്വഭാവം നമ്മൾ വായിക്കേണ്ടതാണ്. മനോഹരമാണ്, വളരെ ലളിതമായിട്ട് ഇമാം നവവി തങ്ങളുടെ ഇബാറത്തിൻ്റെ തന്നെ പ്രത്യേകത. എത്ര ലളിതമായിട്ടാണ് വലിയ ആശയങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഈ വ്യത്യസ്തത നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സംഗ്രഹിച്ച് മഖ്ദൂം തങ്ങൾ എങ്ങനെയാണ് ഫത്ഹുൽ മുഈനിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ മിൻഹാജിലേക്ക് എത്തുന്നത്, മിൻഹാജിൽ നിന്ന് മൻഹജിലേക്ക് എത്തുന്നത്, അവിടുന്ന് വീണ്ടും നെഹ്ജിലേക്ക് എത്തുന്നത്, ഇങ്ങനെ നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിച്ചാൽ ഈ ഗ്രന്ഥങ്ങളുടെ കൂട്ടുകാരായി നമ്മൾ മാറും, അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ കൂട്ടുകാരായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പകരം നമ്മളുടെ മുന്നിൽ കാണുന്ന ഒരു വരി അല്ലെങ്കിൽ ഒരു കിതാബ് മാത്രം വെച്ച് നമ്മൾ കാര്യങ്ങൾ അളക്കുമ്പോൾ അപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഡിസ്കേഴ്സിവിറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഉസ്താദ് പറഞ്ഞ പോലെ തഫ്താസാനി ഇമാമിനെ കുറിച്ചൊരു കാര്യം കൂടെ പറയാം. ഖാലിദ് റോഹിബ് എന്ന് പറയുന്ന ഒരു സ്കോളറുണ്ട്. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒരുപാട് നല്ല വർക്കുകൾ ചെയ്ത ഒരു പണ്ഡിതനാണ്. നമ്മുടെ ഉലമായിൻ്റെ ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് മൂപ്പരുടെ പ്രധാന ഫോക്കസ് ഏരിയ. അതുപോലെ മന്തിഖിനെ കുറിച്ച് നല്ലൊരു പഠനം അദ്ദേഹത്തിനുണ്ട്. ഖാലിദ് റോഹിബ് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്, ഇസ്ലാമിക് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്ന ശീർഷകത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഉപരി പറയുന്നുണ്ട്, 19-ാം നൂറ്റാണ്ടിനു ശേഷം അക്കാദമിക സമൂഹം കാര്യമായി ആഘോഷിച്ചത് 2 പണ്ഡിതരെയാണ്. അവരെക്കുറിച്ചാണ് ഒരുപാട് വർക്കുകൾ വന്നത്. ഒന്ന് ഇബ്നു തൈമിയ്യയാണ്, 2 ഇബ്നു റുഷ്ദാണ്. ഇബ്നു തൈമിയ്യയെക്കുറിച്ച് കൂടുതൽ പഠനം വരാനുള്ള കാരണം അദ്ദേഹം സലഫിസം എന്ന് പറയുന്ന ഒരു സ്കൂള് അവതരിപ്പിച്ചു എന്നാണ്.
പിന്നെ ഇബ്നു റുഷ്ദ് അവരുമായി ബന്ധപ്പെട്ട് പഠനങ്ങളുടെ നമ്പർ കൂടാനുണ്ടായ കാരണം ഇമാം ഖസാലി റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ടുണ്ടായ തഹാഫുത്തു ഫലാസിഫയും തഹാഫുത്തൊക്കെ ആയിട്ടുണ്ടായ പലപ്പോഴും ഇമാം ഖസാലി റഹിമഹുല്ലയെ ഒരു മതമൗലികവാദിയായും ഇബ്നു റുഷ്ദിനെ പ്രോഗ്രസീവായും അവർക്കിടയിൽ ബൈനറി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അക്കാദമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഫ്രാങ്ക് ഗ്രിഫെലിനെ പോലെ ജോർജ് സാലിബയെ പോലെയുള്ള ഒരുപാട് നല്ല വർക്കുകൾ അക്കാദമിക സർക്കിളിൽ നിന്ന് തന്നെ ബൈനറിയെ നിഷേധിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ വരികയുണ്ടായി. ഏകദേശം ഈ വർഷമാണെന്ന് തോന്നുന്നു എഡ്വാർഡ് മുആദ് എന്ന് പറയുന്ന ഒരു വെസ്റ്റിലെ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ കോഹറൻസ് ഓഫ് ദ ഇൻകോഹറൻസ് എന്ന പേരിൽ ഒരു പുതിയ പുസ്തകം അടുത്ത് വന്നിരുന്നു. കാംബ്രിഡ്ജ് മുസ്ലിം കോളേജിലെ വെച്ച് അദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇമാം ഖസാലിയെക്കുറിച്ചും ഇബ്നു റുഷ്ദുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പുസ്തകമാണ്. അപ്പോൾ ഖാലിദ് റുവൈഹിബ് പറയുന്നത് കാര്യമായി ഈ രണ്ടു പണ്ഡിതരെയാണ് 19-ാം നൂറ്റാണ്ടിനു ശേഷം വെസ്റ്റേൺ അക്കാദമിയ ആഘോഷിച്ചത്. എന്നാൽ ഇതിനിടയിൽ പലപ്പോഴും പഠനങ്ങൾ വളരെ റയറായിപ്പോയ രണ്ട് പണ്ഡിതർ, എന്നാൽ കാര്യമായി വളരെ ഇൻ്റലക്ച്വലായ നല്ല ലെഗസി ഉണ്ടായിരുന്ന രണ്ട് പണ്ഡിതരെ അവരെക്കുറിച്ച് വളരെ കുറഞ്ഞ പഠനങ്ങളെ വന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് ഇമാം തഫ്താസാനിയെ കുറിച്ചാണ്, രണ്ട് ഇമാം സനൂസി, അഖീദയിലും മന്തിഖിലും ഒക്കെ ഗ്രന്ഥങ്ങൾ നിർവഹിച്ച ഇമാം സനൂസിയെക്കുറിച്ചാണ്. പലപ്പോഴും ഇമാം തഫ്താസാനി റഹിമഹുല്ലയുമായി ഒരുപാട് കാലം കൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ. മുഖ്തസറും മുത്തവ്വലും ഷറഹുൽ അഖായിദും ഷറഹു തഹദീബും ഇതൊക്കെ നമ്മൾ തഫ്താസാനി ഇമാമിൻ്റെ കൂടെയാണ്. പക്ഷേ അപ്പോഴും ഇമാം തഫ്താസാനി റഹിമഹുല്ലയുടെ ആ ഒരു ലെഗസിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി പോവാറുണ്ടോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഉസ്താദ് പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയാണ്, നമ്മുടെ കിതാബുകളുടെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു സവിശേഷത കിതാബുകളുടെ ഡിസ്കേഴ്സിവിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പോൾ തലാലസദിൻ്റെ ഡിസ്കേഴ്സീവ് ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതായത് ക്രിസ്തബ്ദം 13-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലയുടെ മിൻഹാജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, അത് പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കുകയാണ്. 14, 15, 16 ഇന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലൂടെ അതിന് പുതിയ ഷറഹുകളും ഹാഷിയകളും തഖ്രീറാത്തും തഹ്ഖീഖാത്തും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഓരോ വ്യാഖ്യാനത്തിനും അതിൻ്റെതായ റെലവൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ഓരോ വ്യാഖ്യാനവും വരുന്നത് അതാതു കാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, കാലം, ദേശം, സമയം എന്നിവയെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇമാം നബവിയുടെ ഇബാറത്തിനെ ഓരോ കാലത്തെ ഉലമാവും വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം നബവി റഹിമഹുല്ലയുടെ ഇബാറത്തിൻ്റെ വ്യാഖ്യാന ക്ഷമതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യാഖ്യാനം വന്നാൽ പിന്നെ മറ്റൊരു വ്യാഖ്യാനത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്തുകൊണ്ടാണത് വീണ്ടും അത് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഒരു കാലം, ആ ദേശം, ആ നൂറ്റാണ്ട്, ആ കാലത്തെ പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വ്യാഖ്യാനം രചിക്കപ്പെടുക എന്നതുകൊണ്ടാണ്. ഫത്ഹുൽ മുഈനിനെ കുറിച്ചും നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ തുടർന്ന് ഇആനത്തും തർശീഹും നിഹായത്തു സൈനും പിന്നീട് നിരവധി തഅലീഖാത്തും തഹ്ഖീഖാത്തും ഒരുപാട് പുതിയ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഇൽമുൽ കലാമിലെ നമ്മൾ ഇതുവരെ പറഞ്ഞ ഷറഹുൽ അഖായിദും അങ്ങനെ തന്നെയാണ്. അഖായിദുൻ നസഫിയെ പല പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നു, ഇമാം തഫ്താസാനിയും വ്യാഖ്യാനിക്കുന്നു. ഷറഹുൽ അഖായിദിന് നിരവധി ഹാഷിയകൾ വരുന്നു. വളരെ ശ്രദ്ധേയമായ ഖയാലി വരുന്നു. ഖയാലിയെ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഹക്കീം വരുന്നു. അതിനെ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് ഹാഷിയത്തുൽ ബഗ്ദാദി അല്ലെങ്കിൽ ഹാഷിയത്തു സുലൈമാനിയ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യാഖ്യാനം വരുന്നു. ഇത് വളരെ കൃത്യമായ ഒരു ട്രഡീഷനാണിത്. പലപ്പോഴും വെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ആരോപണം ഉണ്ടാവാറുണ്ട്. മുസ്ലിം ലോകത്ത് പ്രചാരം നേടിയ ഈ ഹാഷിയകൾ, ഷറഹുകൾ, അത് റിപ്പീറ്റേഷനാണ്, പ്രൊഡക്ടിവിറ്റി ഇല്ല. അതൊക്കെ നേരത്തെയുള്ള മുത്തൂനുകൾ മാത്രമാണ് പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. ഷറഹുകൾക്കൊന്നും കാര്യമായ പ്രസക്തിയില്ല എന്ന ചില ആരോപണങ്ങൾ ജോസഫ് ഷാഖ്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് പരിചയമുള്ള ഒരു കിതാബ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇആനത്ത് തർശീഹ് തമ്മിലുള്ള ഡിബേറ്റിലെ 2 ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ആദ്യം ഇയാനത്തിൽ പറയുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇബാറത്തിൻ്റെ മലയാളമാണ് പറയണത്. വലിയ സംഘത്തിൻ്റെ ഇമാം തൻ്റെ സഹുവിൻ്റെ സുജൂദ് മൂലം മൗമൂമിങ്ങളിൽ ആശയക്കുഴപ്പം ഭയക്കുന്ന പക്ഷം പ്രസ്തുത സുജൂദ് അവന് സുന്നത്താവുകയില്ല. ഇതാണ് യാനത്തിൽ ഈ വിഷയത്തിൽ പറയുന്നത്. അവിടെ തെർശീഹിൽ കാണാം, വലിയ സംഘത്തിൻ്റെ ഇമാം തൻ്റെ സഹുവിൻ്റെ സുജൂദ് മൂലം മൗമൂമിങ്ങളിൽ ആശയക്കുഴപ്പം ഭയന്നാലും അവന് സുജൂദ് സുന്നത്തു തന്നെയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ല തൻ്റെ ഈ ആബിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇമാം ഹലബി ഈ ആബിൻ്റെ ഈ ഉദ്ധരണിയിൽ ആശയക്കുഴപ്പത്തിലാവുകയും പ്രസ്തുത സുജൂദ് ഇമാമിന് സുന്നത്തില്ല എന്ന് തെറ്റായി ഉദ്ധരിക്കുകയും ചെയ്തു. തുടർന്ന് അബ്ദുൽ ഹമീദ് ഷെർവാനിയും മിസ്റിലെ പല ഹാഷിയക്കാരും ഇമാം ഹലബി ഉദ്ധരിച്ചത് അതേപടി പകർത്തി. അവരിൽ നിന്നാണ് ഈ ഹാഷിയക്കാരന് അഥവാ നമ്മുടെ യാനത്തിൻ്റെ മുസന്നിഫിന് ഈ അഭിപ്രായം ലഭിച്ചത്. പക്ഷേ അവലംബം വ്യക്തമാക്കാതെയാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അതിനാൽ നീ ജാഗ്രത പുലർത്തണം. മേൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ പണ്ഡിതരും ഇമാം ഹലബിയുടെ ഗ്രന്ഥമാണ് അവലംബിച്ചതെന്ന് എൻ്റെ അടുത്ത് സ്ഥിരപ്പെട്ട വസ്തുതയാണ്. ഇത് തെർശീഹിൽ കാണുന്ന ഇബാറത്താണ്. മറ്റൊരു ഉദാഹരണം യാനത്തിൽ കാണാം, ബാങ്ക് വിളിക്കുന്ന വേളയിൽ ചൂണ്ടുവിരൽ ചെവിക്കുഴിയിൽ വെക്കൽ സുന്നത്താണ്. ബാങ്ക് ഉച്ചത്തിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പ്രസ്താവിച്ചിരിക്കുന്നു. പക്ഷേ ഈ പ്രസ്താവന അവരുടെ തുഹ്ഫയിലോ ഫത്ഹുൽ ജവാദിലോ പരാമർശിച്ചിട്ടില്ല. മറ്റു ഗ്രന്ഥങ്ങളിലാകാനാണ് സാധ്യത. ഇതാണ് യാനത്ത്. ഇവിടെ തെർശീഹിൽ കാണാം, ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ പ്രസ്താവന ഫത്ഹുൽ ജവാദിൽ തന്നെയാണ്. യാനത്ത് പറഞ്ഞത് ഫത്ഹുൽ ജവാദിലോ തുഹ്ഫയിലോ പരാമർശിച്ചിട്ടില്ല എന്നാണ്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് തെർശീഹ് പറയുന്നത് ഫത്ഹുൽ ജവാദിൽ തന്നെയാണ്, പ്രസ്തുത ഉദ്ധരണി ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ് ആ ഉദ്ധരണി കൂടെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ വളരെ വൈജ്ഞാനികമായി സംവാദങ്ങളും സംഘട്ടനങ്ങളും നടക്കുന്ന ട്രഡീഷനാണ് നമ്മുടെ ഹാഷിയകളുടെ ട്രഡീഷൻ. അതുകൊണ്ട് ഒരിക്കലും ഈ ഹാഷിയകളെക്കുറിച്ച് അത് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തതാണ് അല്ലെങ്കിൽ റിപ്പീറ്റേഷനാണ് എന്ന പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അടുത്ത കാലത്ത് ഈ വിഷയത്തിൽ നിരവധി പഠനങ്ങൾ അക്കാദമിക സമൂഹം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അഹ്മദ് അഷംസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അമേരിക്കൻ സ്കോളറാണ്. ഷാഫിഈ ഫിഖ്ഹിൽ പ്രത്യേകിച്ചും നിരവധി വർക്കുകൾ ചെയ്ത ഒരു പണ്ഡിതനാണ്. നമ്മൾ ഈ പുതിയ വർക്കുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം വർക്കുകൾ 100% ഓതൻറ്റിക് ആണ് എന്നോ അല്ലെങ്കിൽ അതിലുള്ളതെല്ലാം ശരിയാണോ എന്നോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ഇതുമായി നടക്കുന്ന ചർച്ചകൾ കൂടുതൽ ഇൻസൈറ്റ്സ് ലഭിക്കാൻ ഈ പുതിയ പുസ്തകങ്ങൾ കാരണമാകും. അദ്ദേഹത്തിൻ്റെ ദ ഹാഷിയ ഇൻ ഇസ്ലാമിക് ലോ എന്ന് പറയുന്ന സുദീർഘമായ ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ ഹാഷിയകളൊക്കെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ റെഫർ ചെയ്യുന്ന ഷെർവാനി, അതുപോലെ ഇബ്നു ഖാസിം, കല്യൂബി, അമീറ, അതുപോലെ ബാജൂരി, ബുജൈരിമി, ഈ സാധനങ്ങളൊക്കെ മൂപ്പര് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ വളരെ പ്രൊഡക്റ്റീവാണ് എന്ന് മൂപ്പര് പറയണം. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ഹാഷിയകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനമൊക്കെ നടത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഹാഷിയകളൊക്കെ മാറ്റി വെക്കുമ്പോഴും ഈ ഹാഷിയകളെയൊക്കെ വളരെ പ്രാധാന്യത്തോടെ കണ്ട് ഒരു വലിയ സമൂഹം ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഡിസ്കേഴ്സിവിറ്റിയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകം ഡോക്ടർ മഹ്മൂദ് കൂരിയയുടെ ഇസ്ലാമിക് ലീഗൽ ടെക്സ്റ്റുകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ PhD തീസിസാണ്. അതിലദ്ദേഹം ഒരു ചാപ്റ്റർ കൊണ്ടുവരുന്നത് തുഹ്ഫയാണ്, ഒരു ചാപ്റ്റർ ഫത്ഹുൽ മൊയ്നാണ്, ഒരു ചാപ്റ്റർ മിൻഹാജാണ്. പ്രത്യേകിച്ച് ഈ കിതാബുകളൊക്കെ പഠിക്കുന്ന സമയത്ത് പാരലായി നമ്മൾ ഈ വർക്ക് കൂടെ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക് ലഭിക്കുന്ന ഗ്ലോബലി ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ലഭിക്കാൻ കാരണമാകും. അദ്ദേഹം ഡിസ്കേഴ്സിവിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട 2 സ്കോളേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്ന് അമേരിക്കൻ മാത്തമാറ്റീഷ്യനായ എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം, അഥവാ ബട്ടർഫ്ലൈ എഫക്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്മാൾ ഇവൻറ്റ്സ് ഇൻ എ പ്ലേസ് ഓർ എ ടൈം ക്യാൻ പ്രൊഡ്യൂസ് ഡ്രാസ്റ്റിക് ഷിഫ്റ്റ്. ഏതോ ഒരു കാലത്ത് ഏതോ ഒരു ചെറിയ സ്ഥലത്ത് രൂപപ്പെട്ട ഒരു മാറ്റം പിൽക്കാലത്ത് ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് കടന്നു പോകുന്ന പ്രക്രിയക്കാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം മൂപ്പര് പറയുന്നത് മിൻഹാജ് എന്ന് പറയുന്ന ചെറിയൊരു മത്തിൻ, ആ മത്തിൻ നൂറ്റാണ്ടുകളോളം ചലനങ്ങൾ സൃഷ്ടിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾക്ക് അവസരം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് അല്ലെങ്കിൽ വളരെ അടുത്താണ് അബ്ദുള്ള ഉസ്താദിൻ്റെ ദഖായിഖുൽ കൻസ് എന്ന് പറയുന്ന
ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇനിയും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന, വ്യാഖ്യാനക്ഷമത അവശേഷിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഉലമായിൻ്റെ ഗ്രന്ഥങ്ങളും ഇബാറത്തുകളൊക്കെ ഉള്ളത്. അതുപോലെ അദ്ദേഹം നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഡിസ്കേഴ്സിവിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് മറ്റൊരാൾ, ഫ്രഞ്ച് ഹിസ്റ്റോറിയനായ ഫെർഡിനൻഡ് ബ്രോഡൽ മുന്നോട്ട് വെച്ച ലോങ്ങി ഡ്യൂറേ എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ ഈ ആശയത്തൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ ചർച്ചകളാണ് ലോകത്ത് നടക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ കിതാബിനെക്കുറിച്ച്, നമ്മുടെ ടെക്സ്റ്റുകളെക്കുറിച്ച് അത്ര അഭിമാനബോധമില്ലെങ്കിലും ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വലിയ സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ മിർക്കാത്ത്, മന്തിക്കിന് വേണ്ടി നമ്മൾ ഓതുന്ന മിർക്കാത്ത്, ലാഡർ ടു ലോജിക് എന്ന പേരിൽ അടുത്ത കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ സയ്യിദ് റമദാൻ ബൂത്തിയുടെ നിരവധി ഗ്രന്ഥങ്ങൾ, മഹ്ദി ലോക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററാണ് ബൂത്തിയുടെ ഗ്രന്ഥങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇമാം നവവിയുടെ കിതാബുകൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഇമാം ഖസാലി റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. വലിയ സമൂഹം ഇംഗ്ലീഷിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഒരു അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഖത്തറിൽ വെച്ചുകൊണ്ട് ഇൽമുൽ മുനാദറയുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. അതിൽ ഫിഖ്ഹിയായ മുനാദറകളെ കുറിച്ചായിരുന്നു അവതരിപ്പിക്കാനുണ്ടായിരുന്ന പേപ്പർ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി റെഫർ ചെയ്തൊരു പുസ്തകമായിരുന്നു മഗ്ഗിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വാൾട്ടർ എഡ്വാർഡ് യങ് എന്ന് പറയുന്ന ഒരു സ്കോളറുടെ ദ ഡയലക്റ്റിക്കൽ ഫോർജ് എന്ന് പറയുന്നൊരു പുസ്തകം. സ്വാഭാവികമായിട്ടും ആ പുസ്തകം വായിച്ചപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇൽമുൽ ജിദാലും ഇൽമുൽ മുനാദറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമാം ഷീറാസിയുടെ മുനാദറകളെ കുറിച്ചൊക്കെ യൂസുഫ് സൂഫിയുടെ വർക്കുകൾ കാണാൻ കഴിയും. ബെഞ്ചമിൻ മില്ലറുടെ നല്ല വർക്കുകൾ ഈ വിഷയത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഖാലിദ് റോഹിബിൻ്റെ ആദാബുൽ ബഹ്സി വൽ മുനാദറ എന്ന ടൈറ്റിലിൽ നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഉലമായി രചിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫറൻസിൽ പങ്കെടുത്ത സമയത്ത് അവിടെ വെച്ചുകൊണ്ട് യാദൃശ്ചികമായി ഈ മനുഷ്യനെ വാൾട്ടർ എഡ്വാർഡ് എങ്ങനെ കാണാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവെക്കാനുള്ളത് ഇമാമുൽ ഹറമൈനിയെക്കുറിച്ചാണ്. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ഡിതനാണ് ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി. അവർ പറയാണ്, ഞാൻ ഇമാം ഹറമൈനിയുടെ ഫാനാണ്. മൂപ്പർ പറയാണ്. അതേസമയം എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാഫിഈ മദ്ഹബാണ്. കാരണം ഷാഫിഈ മദ്ഹബ് ഇൻ്റലക്ച്വലി വളരെ റിച്ചായ മദ്ഹബാണ്. ഇത് മൂപ്പര് ആരോടാ പറയുന്നത് അറിയോ? മുസ്ലിമായ, ഷാഫിഈയായ, അശ്അരിയായ, സുന്നിയായ നമ്മളോട് ഇതൊന്നുമല്ലാത്തൊരു അക്കാദമീഷ്യൻ നമ്മുടെ ഉലമാനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ കിതാബുകളെ പഠിക്കാനും നമ്മുടെ ഉലമാഇൻ്റെ ലെഗസിയെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായി മാറാനും നമുക്ക് പറ്റണം. കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ കരുതാണ്. ഒരു 3 ആഴ്ച മുമ്പാണ് അമേരിക്കയിലെ അസിപ്റ്റ് എന്ന് പറയുന്നൊരു ഒരു വിഭാഗമുണ്ട്, അഥവാ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഇസ്ലാമിക് ഫിലോസഫി ആൻഡ് തിയോളജി. ഇവരുമായി കൊലാബറേറ്റ് ചെയ്ത് ദാറുൽ ഹുദ നടത്തിയ ഒരു ഓൺലൈൻ ഷറഹുൽ അഖായിദിൻ്റെ ടീച്ചിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പ് ലീഡ് ചെയ്തത് അമേരിക്കയിലെ സൈത്തുന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ, അതുപോലെ അവിടെ ഷറഹുൽ അഖായിദ് പഠിപ്പിക്കുന്ന ജവാദ് ഖുറൈശി എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സെഷൻ. അദ്ദേഹം പുതിയ ഒരുപാട് ടെക്നിക്സ് ഒക്കെ വെച്ച് നമ്മുടെ ഷറഹുൽ അഖായിദ് അമേരിക്കയിലെ സൈത്തൂനിൽ പഠിപ്പിക്കുന്ന രീതി അദ്ദേഹം പങ്കുവെച്ചപ്പോൾ വലിയ അത്ഭുതം തോന്നി. അതുപോലെ ഒരുപാട് റിസർച്ചുകൾ, ഞാൻ കുറഞ്ഞ റിസർച്ചുകളെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. മഗ്ഗിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊഫസറായ എ ഹലീം, അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഉള്ളത് ലീഗൽ അതോറിറ്റി ഇൻ പ്രീ മോഡേൺ ഇസ്ലാം യഹ്യ ബിൻ ഷറഫ് അൻ നവവി ഇൻ ഷാഫി സ്കൂൾ ഓഫ് ലോ. അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഇമാം നവവിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച്. അതുപോലെ അമേരിക്കയിലെ ഈ ഹാർവാർഡിലും അതുപോലെ ബ്രാൻഡി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരാളായ ഹാറൂൺ സ്പീവാക്കിൻ്റെ റിസർച്ച് ഉള്ളത് ദ ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ ലോ തിയോളജി ആൻഡ് മിസ്റ്റിസം ഇൻ ദി സിന്തസിസ് ഓഫ് അൽ ബാജൂരി. നമ്മുടെ ഇമാം ബാജൂരിയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർക്കുള്ളത്. അമേരിക്കയിലെ യാലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ മാത്യു ഇഗ്നൽസ്, അദ്ദേഹത്തിൻ്റെ വർക്കുള്ളത് ദ അനോണിമിറ്റി ഓഫ് കമൻഡേറ്റർ സക്കരിയ അൽ അൻസാരി ആൻഡ് ദ റട്രിക്സ് ഓഫ് മുസ്ലിം കമൻട്രീസ്. നമ്മുടെ ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ഗുരുനാഥനായ ഇമാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഉള്ളത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു പ്രൊഫസറായ അലക്സ് വിജിയോ എന്ന് പറയുന്ന സ്കോളർ, അദ്ദേഹത്തിൻ്റെ പഠനം ഷെയ്ഖ് നവവി ഓഫ് ബെന്തൻ ടെക്സ്റ്റ് അതോറിറ്റി ആൻഡ് ദ ഗ്ലോസ് ട്രഡീഷൻ. നവവി ഓഫ് ബെന്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഹായത്തുസൈൻ എഴുതിയ മുഹമ്മദ് നവവി അൽ ജാവിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇങ്ങനെ ഒത്തിരി പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് ഉദ്ധരിച്ചത്, ഈ പഠനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100%
നമുക്ക് ഓതന്റിക് ആണെന്ന് പറയാൻ വേണ്ടിയല്ല. അതേസമയം നമ്മുടെ ഉലമായിനെ വളരെ കൃത്യമായി സെലിബ്രേറ്റ് ചെയ്യുന്നത് പലപ്പോഴും വെസ്റ്റിൽ നിന്നുള്ള പണ്ഡിതന്മാരാണ്. കുറഞ്ഞ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതുപോലെ മൂന്നാമതായി നമ്മൾ കിതാബുകളൊക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് റെലവൻറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ കിതാബിലൊക്കെ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളെയും പുതിയ ചർച്ചകളോട്, ഡിബേറ്റുകളോട് അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഉദാഹരണം, ജമുൽ ജവാമിയിലും അതേപോലെ ഷറഹുൽ അഖായിദിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഹുസ്നു ഖുബ്ഹുമായി ബന്ധപ്പെട്ട ചർച്ച. ഹുസ്നു ഖുബ്ഹ് എന്നത് അത് അഖ്ലിയാണോ അതല്ല നിസബിയാണോ അല്ലെങ്കിൽ ഇഅ്തിബാരിയാണോ? മുഅ്തസിലത്ത് പറയുന്നു ഹുസ്നു ഖുബ്ഹ് അഖ്ലിയാണ്. ഒരു കാര്യം അതിനകത്ത് അതിലുള്ള ഇൻട്രൻസ്റ്റിക്കായി അതിലുള്ള വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഹസനാണ് അല്ലെങ്കിൽ ഖബീഹാണ് എന്ന് തീരുമാനിക്കാൻ പറ്റും. എന്നാൽ ഈ മുഅ്തസിലികളെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉലമാ പറയുന്നത് ഹുസ്നു ഖുബ്ഹ് ദാത്തിയല്ല, അഖ്ലിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഹുസ്ന് എന്ന് പറയുന്ന ഒരു വാല്യൂ നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഹസനായി മാറുന്നത്. ഈ ചർച്ച ഇന്ന് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദവും ലിബറലിസവും ഒക്കെ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് നല്ലത്? അപ്പോൾ യുക്തിയെയാണ് നമ്മൾ ബേസ് ചെയ്യേണ്ടത് എന്ന് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ യുക്തിയാവില്ല നിങ്ങളുടെ യുക്തി, ഈ സമയത്തുള്ള യുക്തിയാവില്ല മറ്റൊരു സമയത്തുള്ള യുക്തി. അപ്പോൾ യുക്തി വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഹസനാണ് അല്ലെങ്കിൽ ഖബീഹാണ് എന്ന് തീരുമാനിക്കുക? ഹെഡോണിസം എന്ന് പറയുന്നൊരു സ്കൂൾ, എപ്പിക്യൂറസ് ആണ് അതിൻ്റെ ആശയങ്ങളെ ഫോം ചെയ്ത ചിന്തകൻ. അദ്ദേഹം പറയുന്നത് നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യം നല്ലതാണ്, സങ്കടമാണെങ്കിൽ അത് ഖബീഹുമാണ്. ഇതാണ് മൊറാലിറ്റിയിലുള്ള ചർച്ച. അതുപോലെ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് യൂത്തിഫ്ര ഡിലമ്മ എന്ന പേരിലാണ്. നമ്മുടെ സോക്രട്ടീസും യൂത്തിഫ്ര എന്ന് പറയുന്ന ചിന്തകനും തമ്മിൽ നടന്ന ഒരു സംസാരമാണ്. യൂത്തിഫ്രയോട് സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം നല്ലതാകുന്നത് ദൈവം അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അത് നല്ലതാവുന്നത്? നമ്മുടെ ഹുസ്നു ഖുബ്ഹുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണം? എത്തിക്കൽ റിലേറ്റിവിസത്തെയാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എത്തിക്കൽ ഒബ്ജക്റ്റീവിസത്തെയാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. പിന്നീട് വന്ന ജെറമി ബെന്താമിനെ പോലത്തെ സ്കോളേഴ്സ് മുന്നോട്ട് വെച്ച ആശയമാണ് യൂട്ടിലിറ്റേറിയനിസം. നമ്മളൊരു കാര്യത്തെ ഹസനായി ഗണിക്കേണ്ടത് അതിൽ യൂട്ടിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നീട് കാന്റിനെ പോലത്തെ ചിന്തകന്മാർ ഡിഓണ്ടോളജിക്കൽ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ഒരു കാര്യം നല്ലതാകുന്നത് അദ്ദേഹം പറയുന്നത് റൂൾ ബേസ്ഡ് ആശയങ്ങൾ. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക, അതിൻ്റെ ആഫ്റ്റർ മാത്ത് അല്ലെങ്കിൽ കോൺസിക്വൻസ് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതുപോലെയുള്ള അതിനോട് പാരലായി നിലനിൽക്കുന്ന ഒരു ആശയമാണ് ടീലിയോളജിക്കൽ കൺസെപ്റ്റ് എത്തിക്സ്. നമ്മൾ ഏത് കാര്യവും ഹസനാകുന്നത് അതിൻ്റെ ആഫ്റ്റർ മാത്ത് പരിഗണിച്ചുകൊണ്ടാണ്, അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടാണ്. ഈ ചർച്ചകളൊക്കെ ഹുസ്നു ഖുബ്ഹുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ജംഇലും അതുപോലെ നമ്മുടെ ഷറഹുൽ അഖായിദ് പോലത്തെ കിതാബുകളിലൊക്കെ ഹുസ്നു ഖുബ്ഹ് ചർച്ച ചെയ്യുമ്പോൾ കണ്ടംപററി നടക്കുന്ന ചർച്ചകളുടെ ഇടയിലേക്കാവണം. അന്ന് നമ്മുടെ ഉലമാ മുഅ്തസിലികളോടാണ് എൻഗേജ് ചെയ്തതെങ്കിൽ ഇന്ന് നമുക്ക് ഈ വിഭാഗങ്ങളോടൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഒരാളൊരു ഫത്വ ചോദിച്ചു വന്നാൽ, പ്രത്യേകിച്ചും ഫറായിദിലെ ഒരു മസ്അല ചോദിച്ചാൽ അവർക്ക് മറുപടി മാത്രം കൊടുത്താൽ പോരാ. അവരുടെ അടുത്ത ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് വിഹിതം പൂർണ്ണമായി കിട്ടാത്തത്, ഈ വിഹിതം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? അടുത്ത കാലത്ത് ഫറായിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. അപ്പോൾ ഇന്ന് ഫിഖിൻ്റെ കിതാബിലുള്ള മസ്അലയെ മാത്രം പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടത് അങ്ങനെ ആകുന്നു, അതിനുള്ള ഉത്തരം തഅബ്ബുദിയാണെങ്കിൽ പോലും നമുക്ക് പറയപ്പെടാവുന്ന ആ പരിധിയിൽ നിന്നുകൊണ്ട് അവയെ പറയാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഷറഹുൽ അഖായിദുമായി ബന്ധപ്പെട്ട പുതിയൊരു ചർച്ചയിൽ കാണാം, അതിൽ മനുഷ്യൻ്റെ ബുദ്ധി ഏറ്റവ്യത്യാസം ബുദ്ധിയിൽ വരും, തഫാവുത്ത് വരും. എന്നിട്ട് അവിടെ ഷറഹുൽ അഖായിദ് ഉദ്ധരിക്കുന്ന ഹദീസ് നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്നുള്ള ഹദീസാണ്. സ്ത്രീകളിലും പുരുഷരിലും ഈ ഏറ്റവ്യത്യാസം ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ പിന്നെ പോകുന്നത് ഈ ഹദീസ് അവിടെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് കല്ലിമിന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം എന്ന ഹദീസായിരുന്നു എന്നൊരു ചർച്ചയിൽ പറയുന്നുണ്ട്. കാരണം നാഖിസാത്തു അഖ്ൽ എന്ന ഹദീസ് വരുമ്പോൾ പിന്നെ പുതിയൊരു ഡിബേറ്റ് അവിടെ രൂപപ്പെടുകയാണ്. ജെൻഡർ ഇഷ്യൂ കടന്നു വരികയാണ്. എങ്ങനെയാണ് പുരുഷനേക്കാൾ സ്ത്രീക്ക് ബുദ്ധി കുറയുന്നത്, പുരുഷൻ എങ്ങനെയാണ് കൂടുന്നത്? അതുപോലെ നമ്മുടെ ഖുർആനിലൊക്കെയുള്ള ഖുർആൻ
പുരുഷന്മാരോടാണോ കൂടുതൽ സംസാരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഖുറാനിലെ ലമീറുകളൊക്കെ പുരുഷന്മാരുടെ ലമീറുകളായിരിക്കും അധികവും. നമ്മുടെ അമേരിക്കയിൽ നിന്ന് പ്രവർത്തിക്കുന്ന യക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി ആർട്ടിക്കിളുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ഹദ്ദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങളെയൊക്കെ പുതിയ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന്, എന്നാൽ നമ്മുടെ ഉലമാഇൻ്റെ ഉസൂലുകളെ കൈവിടാതെ, പ്രത്യേകിച്ച് പുതിയ ട്രെൻഡുകൾ ഒരുപാട് വരും. പ്രത്യേകിച്ച് ഇൽമുൽ കലാമിൽ ന്യൂ കലാം പുതിയൊരു ട്രെൻഡാണ്. ഫിഖുൽ അഖല്ലിയാത്ത് ഉണ്ട്, മൈനോറിറ്റി ഫിഖ് ഉണ്ട്, അതുപോലെ കമ്പാരിറ്റീവ് ഫിഖ് ഉണ്ട്, ഫിഖുൽ മുഖാരിനുണ്ട്. ഈ പുതിയ ട്രെൻഡുകളൊക്കെ വരുമ്പോൾ അതിനോട് ഏകപക്ഷീയമായ സ്വീകരണമോ അല്ലെങ്കിൽ തള്ളലോ മാറ്റി നിർത്തി അവയെ നമ്മൾ സമീപിക്കേണ്ടത് ഖിറാഅ തഖീമിയയാണ്. ഇവാലുവേറ്റീവ് റീഡിങ് നടത്തി നമുക്ക് സ്വീകരിക്കാവുന്നത് സ്വീകരിക്കാനും തള്ളാവുന്നത് തള്ളാനുമുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടാവുകയും നമ്മുടെ ഉലമാഇൻ്റെ ഇൻ്റലക്ച്വൽ ലെഗസിയെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഈ കിതാബുകളൊക്കെ പഠിക്കുന്നതിന് കൂടെ തന്നെ ആ ലെഗസിയെ കൂടെ അടയാളപ്പെടുത്തി അഭിമാനബോധത്തോടെ കിതാബുകളെ പഠിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ഉലമാ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും കുത്തുബും ഒക്കെയായി. അപ്പം നേരത്തെ ഞാൻ ഇമാം നവവി റഹിമഹുല്ലയെ കുറിച്ചുള്ളൊരു വർക്ക് പറഞ്ഞു. ഇമാം സഹാവി റഹിമഹുല്ല ഇമാം നവവിയെക്കുറിച്ച് എഴുതിയ പുസ്തകമുണ്ട്, വർക്കുണ്ട്, മൻഹജുൽ അദ്ബി സവി ഫി തർജുമത്തി ഖുതുബിൽ ഔലിയ ഇൻ നവവി. ഇമാം നവവി അവർ കുത്തുബാണ്. വെസ്റ്റേൺ അക്കാദമീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമാം നവവിയും ഇമാം സക്കരിൽ അൻസാരിയും ഇമാം ബൂത്തിയും ഒക്കെ ഒരു റിസർച്ച് ടോപ്പിക്ക് മാത്രമാണെങ്കിൽ അവരുടെ മെൻ്റൽ പ്ലഷർ, ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത് മെൻ്റൽ പ്ലഷർ മാത്രമാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഉലമാഇനെ കുറിച്ചാണ്. നമ്മുടെ ഉലമാഇൻ്റെ അവരെ ഫോളോ ചെയ്ത് അതിനുള്ള മെറ്റാഫിസിക്കലായ ആഖിറത്തിൽ പോലും അവരോട് കൂടെ ചേരണമെന്നുള്ള ഒരു ആശയമാണ്. പ്രത്യേകിച്ച് ബൂത്തിയൊക്കെ പറയുന്നത് പോലെ ഇന്നമാ ഹുവ ദീൻ. ഈ റിസർച്ചുകളൊക്കെ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മോട്ടീവ് അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് ഈ ചർച്ചകളിലേക്ക് കടന്നു വരാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു.